ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്മാർട്ട് സി അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത് വിഷയം എന്ന് പറയുന്നത് SCERT പാഠപുസ്തകമാണ്. SCERT പാഠപുസ്തകങ്ങളിൽ തന്നെ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്തു, അവസാനിപ്പിച്ചു. ഇനി നമ്മൾ എന്താണ് 5ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ആ ചാപ്റ്ററിന്റെ പേരാണ് സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്നത്. എന്താണ് സംസ്കാരവും ദേശീയതയും? ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ എന്താണ് ഒരു ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ എന്താണ് ഇന്ത്യ കണ്ടെത്തൽ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എന്താണ് ഒരു ചെറിയ ഭാഗമാണ്. നമുക്ക് ഇന്ത്യ കണ്ടെത്തൽ ആരെഴുതി എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. എങ്കിലും നമുക്കത് വായിച്ചുകൊണ്ട് ആ ചാപ്റ്റർ തുടങ്ങാം. ഞാൻ എൻ്റെ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളോടും പറയാറുണ്ട്, ഇന്ത്യ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദാർശനികനായ, ഏറ്റവും എന്താണ് വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദീർഘദർശിയായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. അത് ഇന്ന് നിങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയയിലേക്ക് എന്താണ് ആളുകൾ നെഹ്റു അതല്ല, നെഹ്റു ഇതാണ്, നെഹ്റു അങ്ങനെ ആകേണ്ട ആളായിരുന്നില്ല, പട്ടേലായിരുന്നു പ്രധാനമന്ത്രി ആകേണ്ടത് എന്നൊക്കെ പറഞ്ഞ ചരിത്രത്തെ നിങ്ങളിൽ നിന്ന് എന്താണ് മറച്ചു വെക്കുവാനും അല്ലെങ്കിൽ എന്താണ് ചരിത്രത്തെ തന്നെ മാറ്റുവാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നെഹ്റു ആരായിരുന്നു, അദ്ദേഹത്തിന് ഈ രാജ്യത്തെ കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് കഴിയുന്ന ബുക്ക് വായിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഈ ഇന്ത്യ കണ്ടെത്തൽ പോലെയുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തൊന്ന് വായിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകും നെഹ്റു എന്ന് പറയുന്നത് ആരായിരുന്നു, അദ്ദേഹത്തിന് ഇന്ത്യയെ കുറിച്ചുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു ഭാഗം വായിച്ചുകൊണ്ട് എന്താണ് ഈ ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യയുടെ നാനത്വം എന്ന് പറയുന്നത് വമ്പിച്ചതാണ്, അത് പ്രത്യക്ഷമാണ്, അത് ഉപരിതലത്തിൽ പൊന്തി നിൽക്കുന്നു, ആർക്കും കാണാൻ വിരോധമില്ല. മുഖത്തിലും ആകൃതിയിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭാഷയുടെ കാര്യം പറയേണ്ടതുമില്ലല്ലോ. ബംഗാളികൾ, മഹാരാഷ്ട്രർ, ഗുജറാത്തികൾ, തമിഴർ, ആന്ധ്രാപ്രദേശുകാർ, ഒറിയക്കാർ, സിന്ധികൾ, പഞ്ചാബികൾ, ആസാംകാർ, കർണാടകക്കാർ, മലയാളികൾ, പട്ടാണികൾ, കാശ്മീരികൾ, രജപുത്രർ, ഹിന്ദുസ്ഥാനി ഭാഷക്കാരായ വമ്പിച്ച മധ്യദേശക്കാർ, ഇവരെല്ലാം അനേകം നൂറ്റാണ്ടുകളായി തങ്ങളുടെ പ്രത്യേകമായ വ്യത്യസ്ത ധർമ്മങ്ങൾ പുലർത്തി പോന്നിട്ടുണ്ട്. പല കഥകളിലും രേഖകളിലും പറഞ്ഞിട്ടുള്ള അതേ ഗുണദോഷങ്ങൾ ഇന്നും അവരിലുമുണ്ട്. എന്നിട്ടും ഈ യുഗയുഗാന്തരങ്ങളിൽ അവർ ദേശീയമായി ഒരേ പൈതൃകത്തോടും മാനസികവും ധാർമ്മികവുമായ ഒരേ തരത്തിൽപ്പെടുന്ന ഗുണവിശേഷങ്ങളോടും കൂടി എന്താണ് ഭാരതീയരായി തന്നെ ഇരിക്കുന്നു. ജീവത്വം ചൈതന്യപൂർണമായ എന്തോ ഒന്ന് ഈ പൈതൃകത്തിനുണ്ടായിരുന്നു. ജീവിതത്തെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് കൈക്കൊണ്ട മനോഗതിയിലും ജീവിത രീതികളിലും അത് പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യയുടെ ഏകത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിമേൽ ബുദ്ധിമുട്ടുള്ള വെറും ഒരു സങ്കല്പം മാത്രമല്ല, എന്നെ ആവേശിച്ച് അടിമപ്പെടുത്തി കളഞ്ഞ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമാണ്. യാതൊരു രാഷ്ട്രീയ വിഭജനത്തിനും ആപത്തിനും മഹാനാശത്തിനും കീഴടക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ബലിഷ്ഠമായിരുന്നു കാതലായ ആ ഏകത്വം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ എന്താണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ഇതിൽ എന്താണ് ജവഹർലാൽ നെഹ്റു നാനത്വത്തിൽ ഏകത്വത്തെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നതാണ്. ഇന്ത്യക്കാർ എങ്ങനെ വിവിധ ഭാഷക്കാരായിരുന്നാലും ഇന്ത്യ എന്നുള്ള ഒരു വികാരത്തിൽ എന്താണ് നമ്മൾ എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്, ദേശീയത നമ്മളെ എങ്ങനെയാണ് വിവിധ വസ്ത്രങ്ങൾ ധരിക്കുന്ന, ഭക്ഷണങ്ങൾ കഴിക്കുന്ന, ഭാഷ സംസാരിക്കുന്ന ആളുകളെ ഇന്ത്യക്കാരാക്കി മാറ്റിയത് എന്നൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അവിടെ ഇത് ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിന് എന്താണ് നല്ലൊരു വിശ്വാസമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. നിങ്ങൾക്ക് പല ആളുകളും പറയും ജനാധിപത്യം അപകടത്തിലാണ്, അങ്ങനെയൊന്നുമല്ല. എങ്കിലും ഒരു വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള BJP ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് അവർക്കെതിരെ എന്താണ് പ്രതിപക്ഷം പോലും ഒക്കെ സംസാരിക്കാൻ മടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ധ്രുവ് റാഡിയെ പോലെയുള്ള ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടൊക്കെ എന്താണ് ഇന്ത്യയുടെ ഏകത്വത്തിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഏകത്വം എന്ന് പറയുന്ന സാധനത്തിന് എന്താണ് വലിയ പ്രാധാന്യം ഇന്ന് നമ്മളുടെ ജീവിതങ്ങളിൽ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക.
നോക്കുക, വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏകത്വത്തെയാണ് എന്തെന്ന് പറയുന്നത് നെഹ്റു തന്റെ വരികളിൽ അവിടെ എന്ത് ചെയ്യുന്നത് വെളിപ്പെടുത്തുന്നത്. ഈ ഏകത്വമാണ് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന്റെ അടിസ്ഥാനം. ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിന് നിരവധി ഘടകങ്ങൾ എന്താണ് കാരണമായി. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് ഉപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യത്തെയാണ് എന്തെന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ദേശീയത എന്ന് പറയുന്നത്. എന്താണ്? ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു ജനതയുടെ മാനസികമായിട്ടുള്ള ഐക്യമാണ് എന്തെന്ന് പറയുന്നത് ദേശീയത എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ എന്താണ് ദേശീയ ബോധം വളർത്തിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ എന്താണ് പഠിച്ചു കഴിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ എന്താണ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഉണ്ടായിരുന്ന നിരവധി മാറ്റങ്ങളും ഇന്ത്യൻ ജനതയുടെ എന്താണ് ദേശീയ ബോധം ശക്തമാക്കി. ഇന്ത്യയുടെ ദേശീയതയെ എന്താണ് രൂപപ്പെടുത്തിയ വിവിധ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എന്താണ് സാംസ്കാരിക രംഗത്തും എന്താണ് ആശയ തലങ്ങളിലും എന്താണ് രണ്ടു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവ. രണ്ടാമത്തേത് എന്താണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിന് എതിരായവ. അതായത് 19-ാം നൂറ്റാണ്ടായപ്പോൾ ഇന്ത്യയുടെ സാംസ്കാരിക രംഗത്ത് എന്താണ് രണ്ട് രീതിയിൽ എന്താണ് പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഒന്നാമത്തെ രീതിയിലുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പ്രതിഷേധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ് ഒരു സമത്വ സുന്ദര സാഹോദര്യം സ്വപ്നം കണ്ട ഒരു രാജ്യമൊന്നുമല്ലായിരുന്നു. വർണ്ണവെറിയിലും എന്താണ് മനുഷ്യനെ കാണുന്നത് പോലും പാപമാണെന്നൊക്കെ വിശ്വസിച്ച് അസമത്വം കൊടികുത്തി വാങ്ങിയിരുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ എന്തുണ്ടായി ഈ പറയുന്ന അസമത്വങ്ങൾക്കും അവകാശ നിഷേധങ്ങൾക്കും തിന്മകൾക്കും എന്താണ് എതിരായിട്ട് ശബ്ദങ്ങൾ ഉണ്ടായി. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് മാത്രമല്ല ആ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൽ സമരങ്ങൾ ഉണ്ടായത്, മറിച്ച് എന്താണ് നമ്മളുടെ ഉള്ളിലെ സാമൂഹിക വ്യവസ്ഥയിലെ എന്താണ് തിന്മകൾക്കും എതിരായിട്ട് ആ കാലഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഇന്ത്യൻ ജനതയുടെ സാംസ്കാരികവും ആശയപരവുമായ ഇടപെടലും പ്രതിഷേധവും സാമൂഹിക ജീവിതം, വർത്തമാന പത്രങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, കല തുടങ്ങിയ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തി. ഈ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന് എന്ത് ചെയ്തു വഴിയൊരുക്കി. അതായത് ഇന്ത്യൻ ജനതയുടെ സാംസ്കാരികവും ആശയപരവുമായ ഇടപെടലും പ്രതിഷേധവും എന്താണ് സാമൂഹിക ജീവിതം, വർത്തമാന പത്രം, വിദ്യാഭ്യാസം, സാഹിത്യം, കല തുടങ്ങിയ എന്താണ് വിവിധ മേഖലകളിൽ എന്ത് ചെയ്തു സ്വാധീനം ചെലുത്തി. ഇനി കോളനി ഭരണവും ദേശീയതയും. എന്താണ് കോളനി ഭരണവും ദേശീയതയും? ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ അറിയേണ്ടത് തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്തുവാൻ എന്താണ് അത്യന്താപേക്ഷിതമാണെന്ന് ആര് കരുതി? ബ്രിട്ടീഷുകാർ കരുതി. സംസ്കൃതത്തിലും പേർഷ്യനിലും രചിക്കപ്പെട്ട കൃതികൾ വായിച്ചും പരിഭാഷപ്പെടുത്തിയും അവർ ഇന്ത്യയെ കുറിച്ച് എന്ത് ചെയ്തു അറിവ് നേടി. കൂടുതൽ പഠനങ്ങൾക്കും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുവാനും എന്ത് ചെയ്തു ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനായിട്ട് അവർ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ആ സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഇനി നോക്കുവാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഒന്ന് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആണ്. എന്താണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ? അതിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത് വില്യം ജോൺസ് എന്ന് പറയുന്നത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത് വില്യം ജോൺസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കൽക്കത്ത മദ്രസ. എന്താണ് കൽക്കത്ത മദ്രസ? വാറൻ ഹേസ്റ്റിംഗ്. ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് കൽക്കത്ത മദ്രസ. ഇനി ബനാറസ് സംസ്കൃത കോളേജ്. എന്താണ് ബനാറസ് സംസ്കൃത കോളേജ്? ജോനാഥൻ ടെങ്കൻ. അതായത് ഇന്ത്യയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ഒക്കെ ആഴത്തിൽ അറിയുവാനായിട്ട് അവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ ലഭ്യമായിരുന്ന കൃതികളെയൊക്കെ എന്ത് ചെയ്തു അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഈ കൃതികളും ഈ കാര്യങ്ങളും ഈ ഇന്ത്യൻ സമൂഹത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അവർ പഠിച്ചു. പിന്നെ അവർക്ക് എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാരെ ഭരണത്തിലൊക്കെ സഹായിക്കുന്നതിന് ഇന്ത്യക്കാരുടെ സഹായം ആവശ്യമായി വന്നപ്പോൾ എന്ത് ചെയ്തു? വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ
അതിനു വേണ്ടിയിട്ട് അവർ സ്ഥാപിച്ച ചില സ്ഥാപനങ്ങളാണ് താഴെ പറഞ്ഞത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാള് വില്യം ജോൺസ് ആണ് സ്ഥാപിച്ചത്. കൽക്കത്ത മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് സ്ഥാപിച്ചു. ബനാറസ് സംസ്കൃത കോളേജ് ജോനാഥൻ ഡങ്കൻ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് സ്ഥാപിച്ചത്. എന്നാൽ ഇതിലൂടെ മാത്രം ഇന്ത്യയെ പൂർണ്ണമായി മനസ്സിലാക്കാനാവില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. വ്യാപാര വളർച്ചയ്ക്കായി ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് ബ്രിട്ടൻ കൂടുതൽ ഇടപെടണമെന്ന സ്വതന്ത്ര വ്യാപാരത്തിനായി വാദിക്കുന്ന ചില ചിന്തകർ എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. ജനപിന്തുണയില്ലാതെ ശക്തമായ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ലെന്ന് ബ്രിട്ടൻ മനസ്സിലാക്കി. തുടർന്ന് ഇന്ത്യൻ ജനതയിൽ എന്താണ് ഒരു വിഭാഗത്തിന് പിന്തുണ നേടുവാനായിട്ടും അവർ ശ്രമിച്ചു. അതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് നടപ്പിലാക്കിയത്? അവർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ജനപിന്തുണ നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അത് ഉറപ്പാക്കണമെങ്കിൽ അവർക്ക് ഇംഗ്ലീഷുകാരുടെ ഭാഷ അറിയേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവരെന്ത് ചെയ്തു? നടപ്പിലാക്കി. നോക്കുക, ഇന്ത്യയിൽ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെയൊക്കെ എല്ലാം നടപ്പിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലോർഡ് മെക്കാളെ പ്രഭു എന്ന് ലോർഡ് മെക്കാളെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെക്കാളെ പ്രഭു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മളുടെ ലക്ഷ്യം എന്നുള്ളത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരിലും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ പ്രഭുവാണ് ആരെന്ന് പറയുന്നത്? ലോർഡ് മെക്കാളെ എന്ന് പറയുന്നത്. അപ്പോ ലോർഡ് മെക്കാളെയാണ് ഇന്ത്യയിൽ എന്ത് നടപ്പിലാക്കുന്നത്? ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്. 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന അവസരത്തിലാണ് മെക്കാളെ ഇങ്ങനെ പറഞ്ഞത്. അതായത് അദ്ദേഹം എപ്പോഴാണ് പറഞ്ഞത്? 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന അവസരത്തിൽ മെക്കാളെ പറഞ്ഞതാണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാർ, അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരായിട്ടുള്ള ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞത്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് വേറൊന്നുമില്ല, നമ്മളെ ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ഇംഗ്ലീഷുകാരെ പോലെ ആക്കുക. നമ്മളെന്തോ ഇംഗ്ലീഷുകാരെക്കാൾ താഴ്ന്ന ആളുകളാണ് എന്ന് എന്ത് ചെയ്തിരുന്നു? ബ്രിട്ടീഷുകാർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവരെ പോലെ ധാർമ്മിക ബോധമുള്ള മനുഷ്യരായിട്ട് നമ്മളെ മാറ്റുവാനാണ് അവർ നമുക്ക് വിദ്യാഭ്യാസം തന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരുടെ ജീവിത രീതികളോട് താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളത്. അക്കാലത്ത് നടന്നില്ല എങ്കിലും ഇപ്പോ അവരെ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ ഒരു ഇംഗ്ലീഷ് ജീവിത രീതികളോട് താല്പര്യമുള്ള ഒരു, ഞാൻ യുവതലമുറയല്ലെങ്കിലും എനിക്ക് താല്പര്യം അതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ബഹുഭൂരിപക്ഷം യുവതലമുറയ്ക്കും അങ്ങനെയാണ് താല്പര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും അല്ല, ചില ആളുകൾ നമ്മളുടെ സംസ്കാരം ഇത് എന്നൊക്കെ വിശ്വസിക്കുകയും അത് ഇഷ്ടപ്പെടുകയും അത് തെറ്റാണ് എന്നല്ലോ ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറെ കൂടി വെസ്റ്റേൺ ആയിട്ടുള്ള കൾച്ചറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ 19ാം നൂറ്റാണ്ടോടെ ഇംഗ്ലീഷ് സംസ്കാരവും ആശയങ്ങളും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു കയറിയപ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഒരു വിഭാഗം കരുതി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത, തുല്യനീതി, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗരാവകാശങ്ങൾ എന്നിവയെ കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്തിരുന്നു. അവരാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ചിന്തിച്ചത്. അതായത് ബ്രിട്ടീഷുകാർ 19ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇന്ത്യയുടെ വിദ്യാഭ്യാസ രീതികളിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? അവര് ഇടപെടുവാനായിട്ട് തുടങ്ങി. അപ്പോ ഒരു വിഭാഗം ഇന്ത്യക്കാർക്ക് തോന്നി അത് ശരിയല്ലല്ലോ, ഇവര് നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ കയറി കൈകടത്തും, അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരത്തിൽ കയറി കൈകടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള നടപടിയല്ല. അത് അങ്ങനെ ചിന്തിച്ചവരിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ആരായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ആർക്കാണോ
ബ്രിട്ടീഷുകാരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം കൊടുത്ത് അതിലൂടെ യുക്തിചിന്തയുണ്ടാക്കി, അല്ലെങ്കിൽ എന്താണ് പല കാര്യങ്ങളും പഠിപ്പിച്ചത്, അതിൽ ഒരു വലിയ വിഭാഗമാണ് ചിന്തിച്ചത് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ ഇപ്പൊ ചെയ്യുന്നത് ശരിയല്ല, ഞങ്ങളുടെ കൾച്ചറിന്റെ മുകളിൽ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സംസ്കാരങ്ങളിലേക്ക് ഇംഗ്ലീഷുകാർ ഇടിച്ചു കയറുന്നത് ശരിയല്ല എന്ന് വിശ്വസിച്ചത് ആ വിദ്യാഭ്യാസം കിട്ടിയവരിൽ ഒരു വലിയ വിഭാഗമായിരുന്നു. അവർ ഇന്ത്യയിൽ നിലനിന്ന സാമൂഹിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഷ്കരിക്കുവാനും അവയുടെ സഹായത്താൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തെ എന്താണ് ചെറുക്കുവാനും ശ്രമിച്ചു. അപ്പോ ഇവരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ എന്താണ്, ബ്രിട്ടീഷുകാർ ഇടപെടണ്ട, ഞങ്ങളുടെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ അറിയാം, അത് ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന ചില അനാചാരങ്ങൾക്കെതിരെ എന്ത് ചെയ്തു, മുന്നോട്ട് വന്നു. അതിനായി അവർ ഇന്ത്യൻ സമൂഹം, ഭാഷ, കല, സാഹിത്യം തുടങ്ങിയവയെ എന്ത് ചെയ്തു, നവീകരിച്ചു. അത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങളെയും അവകാശ നിഷേധങ്ങളെയും ചെറുക്കുവാനും അതിലൂടെ ഇന്ത്യൻ ജനതയിൽ ഐക്യബോധം സൃഷ്ടിക്കുവാനും എന്ത് ചെയ്തു, ഇടയാക്കി. ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കല, ഭാഷ, സാഹിത്യം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ജനവിഭാഗത്തെ സ്വാധീനിക്കാൻ കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് കേട്ടോ. എല്ലാം ഇതൊക്കെ കാലകാലങ്ങളിലൊക്കെ എന്താണ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്വതന്ത്ര സമരം നയിച്ചത്, എന്താണ് നമ്മളിൽ ദേശീയത ഉണ്ടാക്കിയെടുത്തത്. ഇപ്പൊ നമ്മളെല്ലാം എന്താണ് വെറുപ്പുണ്ടാക്കിയെടുക്കുന്നതും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് സമൂഹം, ഭാഷ, കല, പ്രൊപ്പഗൻഡ മൂവീസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ എന്താണ് നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നു, പ്രൊപ്പഗൻഡ മൂവീസ്. അപ്പൊ അതൊക്കെ എന്താണ് ഈ പറയുന്ന കല ഉപയോഗിച്ച് വെറുപ്പ് സൃഷ്ടിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് കല, സംസ്കാരം, ഭാഷ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നത്, ദേശീയതയും ജനങ്ങളിൽ ഐക്യവുമാണ് സൃഷ്ടിക്കുന്നത്. നോക്കുക, സയന്റിഫിക് സൊസൈറ്റികൾ, ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. 19ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തുവാനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുവാനും ചർച്ച ചെയ്യാനുമായിട്ട് എന്താണ് നിരവധി സയന്റിഫിക് സൊസൈറ്റികൾ എന്ത് ചെയ്തു, ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പോ ഈ സയന്റിഫിക് സൊസൈറ്റികൾ എവിടെയൊക്കെയാണ് സ്ഥാപിക്കപ്പെട്ടതെന്നും ഏത് വർഷത്തിലാണ് സ്ഥാപിക്കപ്പെട്ടതെന്നും ഉള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ പഠിക്കുവാനായിട്ടുള്ളത്. ഇത് പഠിക്കുക എന്താണെന്ന് വെച്ചാൽ PSC എന്താണ് NCERT പാഠപുസ്തകങ്ങൾ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത്തരത്തിൽ എന്താണ് ഡേറ്റും പ്ലേസും ഒക്കെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നത് കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒന്നാമത്തേത് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി. എന്താണ് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി? രൂപീകരിക്കപ്പെട്ടത് 1825 എവിടെയാണ് രൂപീകരിക്കപ്പെട്ടത്? കൽക്കത്ത. എവിടെയാണ്? കൽക്കത്ത. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടത് 1825 എവിടെയാണ്? കൊൽക്കത്തയിൽ. ഇനി പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സൊസൈറ്റി എന്നാണ്. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സൊസൈറ്റി, അതും കൊൽക്കത്തയിൽ തന്നെയാണ് 1838 എന്നാണ്. 1838. അടുത്തത് മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ. എന്താണ്? മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ചോദ്യം കിട്ടിയ എന്താണ്? ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ആരാണ്? ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകന്റെ പേരാണ് മഹേന്ദ്രലാൽ. ഇനി ഇന്ത്യൻ അസോസിയേഷൻ ഏത് വർഷമാണ് സ്ഥാപിച്ചത്? ഏത് വർഷമാണ്? 1876. എന്താണ്? ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് മഹേന്ദ്രലാൽ. വർഷം ഏതാണ്? 1876. എവിടെയാണ്? ബംഗാളിലാണ്. എവിടെയാണ്? ബംഗാളിലാണ്. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി 1825 കൊൽക്കത്ത. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റി 1838 കൊൽക്കത്ത തന്നെ. അടുത്ത പിന്നെ പറഞ്ഞത് എന്താണ്? സർക്കാർ സ്ഥാപിച്ച എന്താണ്? മഹേന്ദ്രലാൽ സർക്കാർ എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ 1876 ബംഗാളിൽ. അടുത്തത്
ബനാറസ് സംവാദ ക്ലബ്ബ്. എന്താണ്? ബനാറസ് സംവാദ ക്ലബ്ബ്. ബനാറസ് 1861. 1861 ബനാറസ് സംവാദ ക്ലബ്ബ് ഉണ്ടാവുന്നത്. സ്ഥലം അവിടെ തന്നെയുണ്ട്, ബനാറസിലാണ്. അടുത്തത് സർ സയ്യദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി. എന്താണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി എവിടെയാണ്? അലിഗഡിലാണ്. 1864. എന്താണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ് എന്ത് സ്ഥാപിച്ചത്? അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത്. എവിടെയാണ്? അലിഗഡിലാണ്. 1864. അടുത്തത് ബീഹാർ സയന്റിഫിക് സൊസൈറ്റി. എന്താണ്? ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ബീഹാറിലാണ്. 1868. ബീഹാറിൽ എന്താണ്? 1868. ഇത് എന്താണ് സംഭവം? 19-ാം നൂറ്റാണ്ടിൽ എന്താണ്? ശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ വിദേശത്തു നിന്നുള്ള എന്താണ് ശാസ്ത്രജ്ഞങ്ങളെ പരിഭാഷപ്പെടുത്തുന്നതിനും ശാസ്ത്രബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനുമൊക്കെ ആയിട്ട് എന്താണ് ഉണ്ടാക്കിയ ചില സയന്റിഫിക് സൊസൈറ്റികളാണ്. അടുത്തത് സാമൂഹിക പരിഷ്കരണം. എന്താണ് അടുത്ത ഹെഡിങ്? എന്താണ്? സാമൂഹിക പരിഷ്കരണം. ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നു വന്ന സ്വതന്ത്ര ചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യം, യുക്തിചിന്ത എന്നിവ 19-ാം നൂറ്റാണ്ടിൽ എന്താണ് വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് എന്ത് ചെയ്തു? വഴിതെളിച്ചു. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ടിൽ ഇത്രയേറെ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്? അതിന് കാരണം ഒന്ന്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മൾ നേടിയത് അതിന് ഒരു കാരണമാണ്. അത് മാത്രമല്ല കാരണം എന്നല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചത് എന്താണ്? ലോകത്തിലെ പല ബുക്കുകളിലേക്കും നമുക്ക് ആക്സസ് ഉണ്ടായത്. ഇതൊക്കെ എന്താണ് നമുക്ക് ഇവിടെ എന്താണ് ചില നവീകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുവാൻ എന്താണ് വഴി തെളിച്ചു. അപ്പൊ ഇന്ത്യൻ സമൂഹത്തിൽ വളർന്നു വന്ന സ്വതന്ത്ര ചിന്ത, ആധുനികവൽക്കരണം, യുക്തിചിന്ത, ഇതൊക്കെ ഒരു സമൂഹത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും വേണ്ട സാധനങ്ങളാണ്. ഇപ്പോ ആധുനികവൽക്കരണത്തോട് പുറംതിരിഞ്ഞ് നിൽക്കാതിരിക്കുക, അതിനായിട്ട് അപ്ഡേറ്റ് ആയി പോവാനായിട്ട് ശ്രമിക്കുക. യുക്തിചിന്ത ഉണ്ടായിരിക്കുക. എന്താണ് യുക്തിചിന്ത? സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാൻ ഒരാൾക്കും നിങ്ങളുടെ തലച്ചോറ് എന്താണ് കൈവശപ്പെടുത്താൻ കൊടുക്കാതെ സ്വന്തമായിട്ടൊരു വിഷയം വരുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം അനലൈസ് ചെയ്ത് തീരുമാനങ്ങളിൽ എത്തുവാനുള്ള ഒരു സ്വതന്ത്ര ചിന്ത. യുക്തിപരമായിട്ട് മാത്രം എന്താണ് കെട്ടുകഥകളിലും മറ്റു കാര്യങ്ങളിലും വിശ്വസിക്കാതെ യുക്തിപരമായിട്ട് മാത്രം എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെ സമീപിക്കുവാനുള്ള, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരായാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നതായിരിക്കും. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായത്. നമ്മൾ മുകളിൽ പറഞ്ഞത് തന്നെയാണ്. എന്ത്? ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെ എതിർക്കുക. 2, എല്ലാ മനുഷ്യർക്കും വിവേചനമില്ലാതെ വഴി നടക്കുവാനും വസ്ത്രങ്ങൾ ധരിക്കുവാനും വിദ്യാഭ്യാസം നേടുവാനും പൗരാവകാശങ്ങൾ എന്ത് ചെയ്യുക? നേടിയെടുക്കുക എന്നുള്ളവയായിരുന്നു. അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായിരുന്നില്ല. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ്? സമൂഹം തട്ടുതട്ടായിട്ട് തിരിക്കപ്പെടുകയായിരുന്നു. ജാതി എന്ന് പറയുന്നത് എന്താണ് വളരെ ശക്തമായിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ എന്താണ് ശക്തമായി സ്വാധീനം ചെലുത്തുന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അന്നത്തെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അനുയോജ്യമല്ല. ഇന്നും ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യാൻ നേടിയെടുക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സമൂഹമല്ല. നമ്മൾ അന്ന് കിടന്നിരുന്ന ജാതി മത ചിന്തകളിൽ തന്നെ വേരൂന്നി ഇന്നും കിടക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത്. വളരെ കുറച്ച് ആളുകൾ എന്താണ് വ്യത്യസ്തമായി ചിന്തിക്കുകയും മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, ഫ്യൂച്ചറിൽ മാറ്റം ഉണ്ടാവും. പക്ഷെ ബഹുഭൂരിപക്ഷവും എന്താണ് ഇപ്പോഴും ജാതിയിലും മതത്തിലും ഒക്കെ പെട്ട് കിടക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാരിൽ കൂടുതലും. അതിനാൽ ഇന്ത്യൻ സമൂഹത്തിൽ എന്താണ് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദ്ദേശം. അതിനായിട്ട് അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഒന്നാമത് എന്താണ്? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക.
എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമല്ല, എല്ലാ ജനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക. ലോകത്തിൽ എവിടെയും എന്താണ് എന്തുണ്ടായാലും എന്താണ് ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവപ്പെടുക, ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുക, ഒരു യുദ്ധം ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമായിരിക്കും. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്താണ് ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനം ആ കാലഘട്ടത്ത് അതിശക്തമായിരുന്നു. ഇപ്പോഴും ഇന്ത്യയിൽ എന്താണ് മാറ്റമുണ്ട്. പക്ഷെ എന്താണ് വിവേചനം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് തന്നെ എന്താണ് ഇന്ത്യയുടെ മണ്ണിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, അപ്പോൾ ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു? ചില ആളുകൾക്ക് മാത്രമേ പഠിക്കുവാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. വിധവ പുനർവിവാഹം നടപ്പിലാക്കുക, ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. അപ്പോ ഇതൊക്കെ നിലനിന്നിരുന്ന ഒരു സമൂഹമാണ്. ഇതൊക്കെ എന്താണ് അന്നുള്ള രീതിയിലല്ലെങ്കിലും ഇന്നും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമൂഹം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ആരായിരുന്നു? അത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. ജാതി വ്യവസ്ഥ, സതി എന്ന ദുരാചാരത്തെയും എന്താണ് അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. ബംഗാളിൽ എന്ത് ചെയ്തു? അദ്ദേഹം ബ്രഹ്മസമാജം എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്ഥാപിച്ചു. ആർക്കെങ്കിലും ഈ പറയുന്ന രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം അറിയാമോ? അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. 1828. വെരി ഗുഡ്. ഓഗസ്റ്റ് 20 അതെ, 1828 ഓഗസ്റ്റ് മാസം 20 രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്യുന്നത്? രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തിൽ നിലനിന്നിരുന്ന തിന്മകളെ, അനീതികളെയൊക്കെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട്. വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കുവാനാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ശ്രമിച്ചത്. ഇത് ഇന്ത്യക്കാരിൽ എന്ത് ചെയ്തു? രാജ്യസ്നേഹം വളരുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രത്തിന്റെ ഐക്യവും സാമൂഹിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമായിട്ട് മാറി. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് എന്താണ്? അവർക്ക് സ്വത്തവകാശം, അവർക്ക് എന്താണ് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് എന്ത് ചെയ്തു? അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി എന്ത് ചെയ്തു? വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ പുരാതന ഭാരതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പഴയകാല ഭാരതം എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് മുൻഗാമികൾ, രാജാക്കന്മാർ ഒക്കെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരു പരിഗണന കിട്ടിയിരുന്ന ഒരു കാലഘട്ടം അല്ലായിരുന്നു. സ്ത്രീകളെയൊക്കെ സ്ത്രീകൾക്ക് സ്വത്തവകാശം പോലും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തി. ബംഗാളില് പ്രവർത്തനം നടത്തിയ മറ്റൊരു വ്യക്തിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹം എന്ത് ചെയ്തു? വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തനം നടത്തി. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് പാസാക്കിയത്? 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. അപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം ഏതാണ്? വർഷം 1856. ആരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ പറയുന്ന ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്? അത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് അദ്ദേഹം
എന്താണ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വനിതകളുടെ ഉന്നമനത്തിനായിട്ട് ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ എന്താണ് ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഇങ്ങനെ ഓരോ ആളുകളുടെ ഇടപെടലിന്റെ ഫലമായിട്ട് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായി. എന്താണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ ശ്രമഫലമായിട്ട് ഹിന്ദു സ്ത്രീകൾക്ക് എന്താണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് അവസരങ്ങൾ ലഭിച്ചു. പിന്നെ എന്താണ് അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പണ്ഡിത രമാബായി ഒക്കെ എന്ത് ചെയ്തു, ബോംബെയിലെ സ്ത്രീകളുടെ ഉന്നമനങ്ങൾക്ക് വേണ്ടിയിട്ട് ശാരദാ സദൻ ഒക്കെ എന്ത് ചെയ്യണം എന്നിവ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഒരു സ്ഥലത്തും ഒരു രാജ്യത്തും ഇന്ന് സ്ത്രീകളൊക്കെ വളരെ സ്വതന്ത്രമായി നടക്കുന്ന ഒരു രാജ്യത്തും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവം ആരും അവരുടെ കൈകളിലേക്ക് ഇഷ്ടദാനമായിട്ട് എന്താണ് എടുത്തു വെച്ചു കൊടുത്തതൊന്നുമല്ല കേട്ടോ. ബ്രിട്ടനിൽ പോലും സ്ത്രീകൾ എന്താണ് പോരാട്ടത്തിനിറങ്ങിയിട്ടാണ് അവരുടെ എന്താണ് അവകാശങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ളത്. പോരാടാതെ എന്താണ് കരയുന്ന കുഞ്ഞിനെ ഇല്ലൊക്കെ പാലുള്ളൂ എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ് സംഭവം. ആരൊക്കെയാണോ പോരാടുന്നത് അല്ലെങ്കിൽ ആരാണോ പോരാടുന്നത് അവർക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ, ഉത്തരം കിട്ടുകയുള്ളൂ. അതായത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപാട് ആളുകൾ, നമ്മളുടെ മുൻഗാമികളായിട്ടുള്ള ഒരുപാട് പേരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ന് നാം കാണുന്ന പല രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്നുള്ള ബോധ്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളെ കാലഘട്ടത്തിൽ രൂപം കൊണ്ട വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചും അതിന് നേതൃത്വം നൽകിയവരെ കുറിച്ചുമാണ് ഇനി അങ്ങോട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. നോക്കുക, ഒന്നാമത്തേത് ആര്യ സമാജമാണ്. ആര്യ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എന്താണ്? ആര്യ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വർഷം ഏതാണ്? വർഷം 1875 സ്വാമി ദയാനന്ദ സരസ്വതി എന്ത് സ്ഥാപിക്കുന്നത്? ആര്യ സമാജം സ്ഥാപിക്കുന്നത്. ഇനി അതിന്റെ ആശയങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവ എന്ത് ചെയ്തു? ഈ പറയുന്ന ആര്യ സമാജം എതിർത്തു. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവ എന്ത് ചെയ്തു? ഈ ആര്യ സമാജം എതിർത്തു. 1875 സ്വാമി ദയാനന്ദ സരസ്വതി. രണ്ടാമത്തേത് രാമകൃഷ്ണ മിഷൻ. സ്ഥാപകൻ ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഏത് വർഷമാണ് എന്നാർക്കെങ്കിലും അറിയാം? 1830. 1898. വെരി ഗുഡ്. അല്ല, 897. 1897. 1897 കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. എവിടെയാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്? അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ ബേലൂർ മഠമാണ്. എന്താണ്? കൊൽക്കത്തയിലെ ബേലൂർ ആണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് അലിഗഡ് പ്രസ്ഥാനം. ഈ പറയുന്ന രാമകൃഷ്ണ മിഷന്റെ എന്താണ് ആശയങ്ങൾ നമുക്ക് നോക്കാം. ജാതി വ്യവസ്ഥയെ എതിർത്തു, അനാചാരങ്ങളെ എതിർത്തു, സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. ഇനി അലിഗഡ് പ്രസ്ഥാനം, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിന്റെ സ്ഥാപകന്റെ പേര് അറിയാൻ കഴിയും. സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. വർഷം ആർക്കെങ്കിലും അറിയാം? 1875 ഈ പറയുന്ന ആര്യ സമാജം, അലിഗഡ് പ്രസ്ഥാനമൊക്കെ എന്താണ്? ഒരേ വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്. 1875. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് എന്തുണ്ടായത്? അലിഗഡ് പ്രസ്ഥാനം ഉണ്ടായത്. അടുത്തത് പ്രാർത്ഥനാ സമാജം. അതിന്റെ
സ്ഥാപകനാണ് ആത്മറാം പാണ്ഡുരൻ. ആരാണ്? പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകനാണ് ആത്മറാം പാണ്ഡുരൻ. ഇനി ഈ പറയുന്ന പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം ഏതാണെന്ന് അറിയാമോ? അത് 1867. വെരി ഗുഡ്. 1867 എവിടെയാണ് സ്ഥാപിക്കുന്നത്? ബോംബെയിലാണ്. എവിടെയാണ്? ബോംബെയിലാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കുന്നത്. 1867 ബോംബെയിൽ. ആരാണ്? ആത്മറാം പാണ്ഡുരംഗാണ്. ഇനി മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. ഈ വർഷങ്ങളൊക്കെ എഴുതിയെടുക്കുന്നുണ്ടോ? അറിയാത്ത ആളുകളോടാണ്. അറിയാത്ത ആളുകൾ എഴുതിയെടുക്കണം. ഇത് നോട്ടിൽ ഇല്ലാത്ത കൊണ്ടാണ് പറയുന്നത്. എഴുതിയെടുക്കണം. 1867. അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം ഏതാണ്? തിയോസഫിക്കൽ സൊസൈറ്റി. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആളുടെ പേര് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പരിഷ്കർത്താവിന്റെ പേര് ആനി ബെസന്റ് എന്നാണ്. പക്ഷെ ആനി ബെസന്റ് അല്ല തിയോസഫിക്കൽ സൊസൈറ്റിയെ എന്ത് ചെയ്തത്? രൂപീകരിച്ചത്. അവിടെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ ആളുകൾ തന്നെയാണ് അത് രൂപീകരിച്ചത്. പക്ഷെ തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിച്ചത് എന്താണ്? ആനി ബെസന്റ് അല്ല. വർഷം വെരി ഗുഡ് 1875. 3 കാര്യങ്ങൾ നമ്മളിപ്പോ 1875 പഠിച്ചു. ആര്യ സമാജം, അലിഗഡ്, ഇപ്പൊ വീണ്ടും തിയോസഫിക്കൽ സൊസൈറ്റി. ആനി ബെസന്റ് അല്ല ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. 1875 അമേരിക്കയിലെ USA വെച്ചാണ് ഈ പറയുന്ന തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ സംഘടന ഉണ്ടാകുന്നത്. മാഡം ബ്ലാവറ്റ്സ്കി എന്ന് പറയുന്ന ഒരു റഷ്യക്കാരിയും പിന്നെ എന്താണ് കേണൽ ഓൾക്കോട്ട് എന്ന് പറയുന്ന 2 വ്യക്തികൾ ചേർന്നുകൊണ്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുന്നത്. അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ എന്താണ്? ദൈവശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ഈ തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് 1875 സ്ഥാപിക്കപ്പെടുന്നത്. മാഡം ബ്ലാവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ് ഇതിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത്. ഇതിന്റെ ഇന്ത്യയിലെ സജീവ പ്രവർത്തകയായിരുന്നു ആരെന്ന് പറയുന്നത്? ആനി ബെസന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ദൈവത്തെ കുറിച്ച് പഠിക്കുകയാണ് ഈ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അപ്പൊ അവര് നോക്കുമ്പോ ഈ പറയുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇപ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ, അമേരിക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള 3 മതം എന്ന് പറയുന്നത്, ഒന്ന് ക്രിസ്ത്യാനിറ്റിയാണ്, 2 ജൂവിഷ് ആണ്, 3-മത്തേത് ഇസ്ലാമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളെയാണ്. ഇവര് നോക്കുമ്പോൾ ഇതിലൊക്കെ വളരെ കുറച്ച് ദൈവങ്ങളും വളരെ കുറച്ച് എന്താണ് പുണ്യാളന്മാരൊക്കെ ഉള്ളൂ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പൊ ഇവരെങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശം ഉണ്ടെന്നും അവിടെ എന്താണ് 3,30,00,000 മുകളിൽ ദൈവങ്ങളുണ്ടായി. അതായത് ആ കാലഘട്ടത്തേത് എന്തോ കണക്ക് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ഇന്ത്യക്കാരന് ശരാശരി 3 ദൈവം വെച്ചുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ അങ്ങനെ ആണ് പറയുന്നത്. അത്രയും എന്താണ് ദൈവങ്ങളുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്ന നാടിനെ കുറിച്ച് അവർ അറിയുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല പറ്റിയ സ്ഥലം ഇന്ത്യ ആണെന്ന് മനസ്സിലാക്കി ഇവരെന്ത് ചെയ്യുന്നു? തിയോസഫിക്കൽ സൊസൈറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയുമാണ്. ഇന്ത്യയിൽ അത് എന്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് 1879 തമിഴ്നാട്ടിലെ അടയാർ കേന്ദ്രമാക്കിക്കൊണ്ടാണ് അതിന്റെ പ്രവർത്തനം നടത്തിയത്. അപ്പോ ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് ഇത് എന്ത് ചെയ്തു? നിലകൊണ്ടു. അടുത്തത് ഹിതകാരിണി സമാജം. എന്താണ് ഹിതകാരിണി സമാജം? വീരേശലിംഗം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ സ്ഥാപകൻ. വർഷമാർക്കെങ്കിലും അറിയാമോ? ഹിതകാരിണി സമാജം രൂപീകൃതമായ വർഷം 1906. വെരി ഗുഡ്. 1906 ഹിതകാരിണി സമാജം ഉണ്ടായത്. ആന്ധ്രാപ്രദേശ് കേന്ദ്രമാക്കിക്കൊണ്ട് വീരേശലിംഗം എന്ന് പറയുന്ന വ്യക്തിയാണിത് സ്ഥാപിച്ചത്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട് പ്രചരണം നടത്തുക എന്നുള്ളതായിരുന്നു. നോക്കൂ അടുത്തത് സത്യശോധക് സമാജം. എന്താണ് സത്യശോധക് സമാജം? ആരാണ്? ജ്യോതിബ ഫൂലെ.
വർഷം 1874 അല്ല, 1873 1873 സത്യശോധക് സമാജം ആര് സ്ഥാപിച്ചു? ജ്യോതിബ ഫൂലെ സ്ഥാപിച്ചു. എവിടെയാണ് സ്ഥാപിച്ചത്? മഹാരാഷ്ട്രയിലെ എവിടെയാണ്? പൂനെ കേന്ദ്രമാക്കി. മഹാരാഷ്ട്രയിലെ പൂനെ കേന്ദ്രമാക്കി 1873 ജ്യോതിബ ഫൂലെ സ്ഥാപിച്ച പ്രസ്ഥാനമാണ്, പരിഷ്കരണ പ്രസ്ഥാനമാണ് സത്യശോധക് സമാജം എന്ന് പറയുന്നത്. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്കായിട്ട് എന്ത് ചെയ്തു? വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ഈ ജ്യോതിബ ഫൂലെ എന്ന് പറയുന്നത് എന്താണ്, വളരെ നമുക്കിപ്പോ അംബേദ്കറിന്റെ ഒക്കെ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മുൻഗാമി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ ജ്യോതിബ ഫൂലെ എന്ന് പറയുന്നത്. അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം. നിങ്ങൾ കേട്ടിട്ടുണ്ട്. EV രാമസ്വാമി നായ്ക്കരാണ് അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. വർഷം ആർക്കെങ്കിലും അറിയാമോ? വർഷം. സ്വാഭിമാന പ്രസ്ഥാനം 1925. 1925 തമിഴ്നാട് കേന്ദ്രമാക്കിയിട്ട് എന്താണ് ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. EV രാമസ്വാമി നായ്ക്കരാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. നോക്കുക, ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എന്ത് ചെയ്തു? ഇത് പൂർണ്ണമായിട്ട് എതിർത്തു. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും പൂർണ്ണമായിട്ട് എതിർത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? EV രാമസ്വാമി നായ്ക്കറും അദ്ദേഹത്തിന്റെ സംഘടനയായിട്ടുള്ള സ്വാഭിമാന പ്രസ്ഥാനവും. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്വയമര്യാദ ഇയക്കം എന്നും എന്താണ് പറയും. ഈ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം എല്ലാ മനുഷ്യനും ഏറ്റവും വേണ്ട ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്. സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ പല ആളുകൾക്കും എന്താണ് ആ സാധനം ഇല്ലാത്തതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ എന്താണ്. ഞാനൊരു ഈ തമിഴ്നാട്ടില് തമിഴ് TV ഷോസ് ഒക്കെ കാണാറുണ്ട് ആരെങ്കിലൊക്കെ നിങ്ങളുടെ കൂട്ടത്തില് അല്ലെ? നീയാ ഞാനും എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിങ്ങനെ ഒരു ചർച്ചയാണ്, രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു നിന്നിട്ട് നടുക്ക് അവിടുത്തെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ആങ്കർ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്. ഞാനിപ്പോ ഈ പണ്ട് TV ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മുതൽ ഈ പരിപാടി കാണും. ഇപ്പൊ ഇതിന്റെ കട്ടിങ്സ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളത് കാണാൻ താല്പര്യപ്പെടുന്നതുകൊണ്ട് നമുക്കിങ്ങനെ പുറകെ ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്, അതായത് അമ്മായിമ്മയും മരുമോളെയും രണ്ട് സെക്ഷനിൽ ഇരുത്തിയിട്ട് എന്താണ് ഇങ്ങനെ ചർച്ച നടക്കുകയാണ്. അപ്പൊ ഇതാണ്, നിങ്ങളുടെ അമ്മായിമ്മയിൽ നിന്ന് നിങ്ങൾ പഠിച്ച കാര്യം എന്താണെന്ന് ഒരു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി അതിന് പറയുന്ന ഒരു മറുപടി ഉണ്ട്. എനിക്കത് വളരെ രസകരമായിട്ട് തോന്നിയത്. സർ, സെൽഫ് റെസ്പെക്ട് അത് ഞാൻ പഠിച്ചത് എൻ്റെ അമ്മായിമ്മയിൽ നിന്നാണ്. എൻ്റെ അമ്മായിമ്മ പറഞ്ഞു, നീ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം നീ എന്താണ് നിന്റെ ഭർത്താവിന്റെ മുന്നിലോ നിന്റെ കുട്ടികളുടെ മുന്നിലോ ആരുടെ മുന്നിലും എന്ത് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്. അതായത് അവര് എക്സാമ്പിൾ പറയുന്നത്, ഈ കുട്ടി കഴിച്ചിട്ട് ബാക്കി വെക്കുമല്ലോ, അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് എല്ലാ അമ്മമാരും എടുത്ത് കഴിക്കും. അപ്പൊ അത് കഴിക്കുമ്പോൾ അവർ പറയുന്നത്, ഇപ്പൊ ഒരു തവണയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ ഇത് നീ ഒരു ശീലമാക്കരുത്. എന്താണ്, നിങ്ങൾ ശീലമാക്കിയാൽ അവൻ ബാക്കി വെക്കുന്നത് എന്തും കഴിക്കാനുള്ള ഒരാളാണ് നീ എന്ത് ചെയ്യും, അവന്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടാക്കും. പിന്നെ രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞാണ് എനിക്ക് അതിലും രസകരമായിട്ട് തോന്നിയത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭക്ഷണം പാകം ചെയ്താൽ ഇപ്പൊ പല വീടുകളിലുണ്ട്, അമ്മ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ കഴിപ്പിക്കുക. അങ്ങനെയല്ല, ഉള്ളത് 3 പേർക്കാണെങ്കിൽ 3 പേർക്ക് തുല്യമായിട്ട് എന്ത് ചെയ്യുക, വീതിക്കുക. അപ്പൊ അത് അവർക്കുള്ള പങ്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എടുത്തതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി എന്ന ആ മരുമകളെ പഠിപ്പിച്ചു. അവര് പറയുന്നുണ്ട്, പക്ഷെ എന്റെ വീട്ടിലൊക്കെ ഇങ്ങനെയല്ല കേട്ടോ സാറേ. ഞാനിങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് വരുമ്പോ ഇങ്ങനെ ഇത് ചെയ്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവർക്ക് കൂടുതൽ കൊടുത്ത് നമ്മൾ കുറച്ച് ഇത് ചെയ്ത് അങ്ങനെ ഒരു രസകരമായിട്ടുള്ള. അപ്പൊ ഞാനപ്പോ ആലോചിച്ചത്, ആ പെൺകുട്ടി എത്ര ഭയങ്കര ഭാഗ്യം ചെയ്തൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി. കാരണം
ഭർത്താവിനെയൊക്കെ മിക്ക ആളുകൾക്കും കിട്ടും. പക്ഷെ ഒരു അമ്മായിയമ്മ, അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു അമ്മായിയമ്മയെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ലക്കി ആയിട്ട്, എനിക്ക് വളരെ ലക്ഷത്തിലൊക്കെ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വളരെ ലക്കി ആയിട്ടുള്ള ലേഡിയാണ് ആ ലേഡി എന്ന് ഞാൻ എപ്പോഴും ആ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും. അപ്പൊ ഈ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. EV രാമസ്വാമി നായ്ക്കറാണ്, തമിഴ് ഷോ ആണെന്ന് ഞാൻ പറഞ്ഞു. EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് തമിഴ് മക്കളുടെ ഇടയിൽ ഈ സെൽഫ് റെസ്പെക്റ്റിനൊക്കെ എന്ത് ചെയ്തത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അത് ഇന്നും പലരും എന്ത് ചെയ്യുന്നുണ്ട്, തമിഴ്നാട്ടിലൊക്കെ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്തത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. എന്താണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം? ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപകൻ. വർഷം ഏതാണ് എല്ലാവർക്കും അറിയാമല്ലോ, 1903 മെയ് 15 കൊല്ലമാണ് SNDPയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി മലയാള മാസം ഏത് ദിവസമാണ്, അല്ലെങ്കിൽ ഏത് വർഷം ഏത് ദിവസമാണ് ഈ പറയുന്ന SNDP യോഗം രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിന്റെ ഉത്തരം? ആർക്കെങ്കിലും അറിയാമോ? മലയാള വർഷം ആർക്കെങ്കിലും അറിയാമോ? 1078. കൊല്ലവർഷം എന്താണ്? 1070. മലയാള വർഷം 1078. ഇടവം 2-ാം തീയതിയാണ് ഈ പറയുന്ന 1903 മെയ് 15 എന്ന് പറയുന്ന ഡേറ്റ് കേട്ടോ. ഇടവം 2. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്കായിട്ട് നിലകൊണ്ടു. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ എന്താണ് വർഷം, രൂപീകൃതമായ ഇതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഇനി സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ നിയമം മൂലം നിരോധിക്കുവാൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, നിർബന്ധിതരായി. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1. 12 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി. പെൺ ശിശുഹത്യ നിരോധിച്ചു. സതി നിരോധിച്ചു. വിധവ പുനർവിവാഹം നടപ്പിലാക്കി. ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചു. സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചു കൊണ്ടുള്ള നടപടികളാണ് ഈ ഇതില് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്കിത് ഇന്നത്തോടുകൂടി ഈ ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, അവ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങള്, സംഘടനകൾ, അതിന് നേതൃത്വം കൊടുത്തവര്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ പഠിക്കുവാനുണ്ട്. അത് പഠിക്കുക തന്നെ വേണം, അല്ലാതെ നമുക്ക് എന്താണ് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇനി എന്താണ്, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഇന്ത്യയിൽ എന്താണ് പത്രങ്ങൾ, അതിന്റെ സ്ഥാപകര്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോ ഇതോടുകൂടി എന്താണ് നമ്മൾ ഈ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. എന്താണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.